നോക്കൊന്നുമില്ലല്ലേ? ഒന്നുമില്ല, എല്ലാം പെർഫെക്റ്റ്. ഇതിപ്പോൾ സർവീസ് ചെയ്ത് കിടക്കുന്നു. ഓട്ടോമാറ്റിക് എടുക്കാം, അത് ലോ കിലോമീറ്റർ ഉണ്ട്. അത് പക്ക വണ്ടി, കണ്ടീഷൻ വണ്ടി. കണ്ടീഷൻ 1,85,000 രൂപ. 185 2013 വാഗണാർ 185. ടയർ കണ്ടീഷൻ എബോ 60% ഉണ്ട്. ബോഡിയൊക്കെ നീറ്റാണ് കേട്ടോ, സ്ക്രാച്ചസ് ഇല്ല, ഡെന്റ് ഇല്ല. അതിനകത്ത് റീപ്ലേസ്മെന്റ് ആയിട്ടൊന്നുമില്ല. കമ്പനി സർവീസ് തന്നെയാണോ? കമ്പനി സർവീസ്. ഓണർഷിപ്പ് കിലോമീറ്റർ പറഞ്ഞായിരുന്നു. ടയർസ് എല്ലാം ഫുൾ കണ്ടീഷൻ ആണ്. ഒരു 90% ടയർ ഉണ്ടല്ലേ? അതെ. AC വർക്കിംഗ് ആണ്, പവർ സ്റ്റിയറിംഗ് വർക്കിംഗ് ആണ്. സിംഗിൾ ഓണർ ആണ്. 75,000 കിലോമീറ്റർ ഓടും. എക്സെന്റ് SX ഓപ്ഷനോടും കൂടി വരുന്നതാണ്. സിംഗിൾ ഓണർഷിപ്പ്, ഫുൾ കമ്പനി സർവീസ് ആണ്. ഫുൾ കമ്പനി സർവീസ്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് നല്ല 4 പുതിയ ടയർ, അലോയ്സ് വരുന്നുണ്ട്. ഡ്യുവൽ എയർ ബാഗ്, ABS, അലോയ്സ് എല്ലാം വരുന്ന മോഡൽ. ഓക്കെ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് സെക്കൻഡ് ചോയ്സിലാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടം കുളത്തൂരാണ്. അപ്പോൾ സെക്കൻഡ് ചോയ്സിൽ നമുക്കെല്ലാവരും ഒരുപാട് നാളുകൊണ്ട് വീഡിയോ ചെയ്യുന്ന സ്ഥാപനമാണ്. അപ്പം നല്ല വണ്ടികൾ, നിങ്ങൾക്ക് നല്ല വണ്ടികൾ അത്യാവശ്യം നല്ല വിലക്കുറയിൽ കിട്ടുന്ന സ്ഥാപനമാണ്. ഒന്ന് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന സ്ഥാപനമാണ്. അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ മാത്രമേ ഇവിടെ സെയിൽ ചെയ്യാറുള്ളൂ. അപ്പം ആ ലൊക്കേഷൻ വന്നിട്ട് പറയാം തിരുവനന്തപുരം കഴക്കൂട്ടം കുളത്തൂർ. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നേരെ വീഡിയോ നമ്മുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി രാജേഷേട്ടനോട്. രാജേഷ് സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഇപ്രാവശ്യം കുറച്ച് ബഡ്ജറ്റുകാരും കുറച്ച് മിഡ് സെഗ്മെൻറ്റ് രണ്ടും അല്ലേ? രണ്ടുമുണ്ട്. ഓക്കെ, നമ്മുടെ ലൊക്കേഷൻ കാരണം കറക്റ്റ് കുളത്തൂർ ഇൻഫോസിന് നേരെ ഓപ്പോസിറ്റ് സർവീസ് റോഡിൽ. ഓക്കെ, നമ്മൾ വാറണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് വർഷം മുതൽ? 16 തൊട്ട് വാറണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 19 തൊട്ട് ഫുൾ വാറണ്ടി വിത്ത് AC ഉൾപ്പെടെ. 19 ഫുൾ വാറണ്ടി. ലോൺ സ്റ്റാർട്ട് ചെയ്യുന്നത് 2012 അല്ലേ? 12 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരി, അപ്പോൾ വീട്ടിലോട്ട് പോകാം. ഡീറ്റെയിൽസ് വരുന്നത് ഇത് 2001 ഓൾട്ടോ 1.1 ലിറ്റർ എഞ്ചിനാണ്. വാഗണാറിൻ്റെ എഞ്ചിനാണ്. 1100 cc. അതെ അതെ. അന്ന് ഇറങ്ങിയ ആ ഒരു മോഡൽ ഇറങ്ങി. അതെ അതെ അതെ. ഓക്കെ, 1.1 VX-നകത്ത് വരുമ്പോൾ 2 ഡോർ പവറിൻ്റെ വരും. പവർ സ്റ്റിയറിംഗ് വരത്തില്ല കേട്ടോ. സിംഗിൾ ഓണറാണ്. 75,000 കിലോമീറ്റർ ഓടും. ജെനുവിൻ കിലോമീറ്റർ ആണല്ലോ? ജെനുവിൻ കിലോമീറ്റർ. ടയർ കണ്ടീഷൻ ഒരു 70% ഉണ്ടല്ലോ? അതെ അതെ. AC കൂളിംഗ് കുറവാണ്. കംപ്രസർ എടുക്കുന്നുണ്ട്. കംപ്രസർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്യാസ് വലിയ ശരിയാവുമല്ലോ? ശരിയാവേണ്ടതാണ്. ഓക്കെ, പക്ഷേ ബാക്ക് വൈപ്പറൊക്കെ വരുന്ന മോഡലാണ്. ചെറിയ പെയിന്റിങ്ങിന്റെ ചെറിയ അപാകതകൾ, പിന്നെ ഫ്രണ്ടിലൊക്കെ കുറച്ച് ചെറിയ സൗണ്ട്, ഒരു വീൽ ബെയറിംഗ് സൗണ്ട്, അങ്ങനെയുള്ള പഴക്കത്തിൻ്റെതായ കുറച്ച് കാര്യങ്ങൾ. വീൽ ബെയറിംഗ് സൗണ്ട് അല്ലേ? എഞ്ചിൻ കണ്ടീഷൻ പ്രശ്നമൊന്നും? എഞ്ചിൻ കണ്ടീഷൻ 77 കിലോമീറ്റർ ജെനുവിൻ ആണല്ലോ? 77 ജെനുവിൻ ആയിട്ടാണ്. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? അടുത്ത വർഷം റിന്യൂവൽ വരുന്നു. 2020. ഇത് ഒരു കുഴപ്പമില്ല, ആവറേജ് ക്വാളിറ്റി ഉണ്ട്. AC വരുന്നുണ്ട്. പവർ സ്റ്റിയറിംഗ് ഇല്ല. പവർ സ്റ്റിയറിംഗ് ഇല്ല. ടാക്കോമീറ്റർ വരുന്നുണ്ട് ഇതിനകത്ത്. വരുന്നുണ്ട് ഓൾട്ടോയിൽ. പക്ഷേ ഒരു കുറച്ച് ഇറങ്ങിയിട്ടുണ്ട് ഈ മോഡലിൻ്റെ. റയർ മോഡലാണ്. ഇത് വില കൂടുതലാണ്. നോർമൽ ആയിട്ടുണ്ടെങ്കിലും വില കൂടുതലല്ലേ? വാഗണാറിൻ്റെ അതേ വിലയിൽ തന്നെ വരുന്ന വണ്ടിയില്ലേ? കാരണം സെയിം എഞ്ചിനല്ലേ? അതെ അതെ. ഓക്കെ, പക്ഷേ മൈലേജ് വാഗണാറിന് കൂടുതലായിരിക്കും അതോ സെയിം? അല്ല, നോർമലി അതൊക്കെ തന്നെയാണ് ആ റേഞ്ച് വരുള്ളൂ. പക്ഷേ കുറച്ച് പവർഫുൾ ആയിരിക്കും. അതെ, കുറച്ച് പവർഫുള്ളാണ്. ഓൾട്ടോയിൽ പവർഫുൾ ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ്? ഇത് നമുക്ക് 49,000 രൂപ. 49,000 രൂപ. ഓക്കെ, 1.1 ലിറ്റർ ആണ്. അതെ. ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കണ്ടീഷൻ ആണല്ലോ. അടുത്ത വാഗണാർ 2006 മോഡൽ. LXI വേരിയൻറ്റ്. LXI. അതെ. 1,25,000 കിലോമീറ്റർ ഓടിയുണ്ട്. 125 ഓടിയിട്ടുണ്ട്. ബമ്പർ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്. ചെറിയ 2-3 മൈനൂട്ട് സ്ക്രാച്ചസ് ഉണ്ട്. ടയർസ് എല്ലാം ഫുൾ കണ്ടീഷനാണ്. ഒരു 90% ടയർ ഉണ്ടല്ലേ? അതെ. AC വർക്കിംഗ് ആണ്. പവർ സ്റ്റിയറിംഗ് വർക്കിംഗ് ആണ്. LXI അല്ലേ? അതെ. അടുത്ത വർഷം വരെ പേപ്പർ ഉണ്ട്. ബോഡിയൊക്കെ വലിയ കുഴപ്പമില്ല. ബമ്പർ ചെറിയ സ്ക്രാച്ചസ് ഉള്ളൂ. ബോഡി സ്ക്രാച്ചസ് ഇല്ല. അതെ, അത്രേ ഉള്ളൂ. ഓക്കെ, ഇൻറ്റീരിയർ നോക്കുമ്പം സീറ്റ് വർക്കൊക്കെ ഉണ്ട്. പക്ഷേ അത് കുഴപ്പമില്ല കേട്ടോ. ആ മോഡലിൽ വെച്ച് നോക്കുമ്പോൾ നല്ല വൃത്തിയുണ്ട്. 2 ഡോർ പവർ ഉണ്ട്. പവർ സ്റ്റിയറിംഗ് ആണല്ലോ? പവർ സ്റ്റിയറിംഗ് ആണ്. AC പവർ സ്റ്റിയറിംഗ്. അതെ അതെ. LXI വേരിയൻറ്റ്. AC എല്ലാം വർക്കിംഗ് ആണല്ലോ? AC വർക്കിംഗ് ആണ്. വേറെ കുഴപ്പമൊന്നുമില്ല. മേജർ ഇഷ്യൂ ഒന്നുമില്ലല്ലോ? വേറെ ഇഷ്യൂസ്. ടയർ എന്നാലും ഓൾമോസ്റ്റ് പുതിയതെന്ന് തന്നെ പറയാം. ഒരു 80-90% ടയറുണ്ട്. ബോഡിക്ക് സ്ക്രാച്ചസ് ഇല്ല. ബമ്പർ 2 ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്. വേറെ വിഷയമൊന്നുമില്ല. കണ്ടീഷൻ വേണ്ടി? കണ്ടീഷൻ എത്രയ്ക്ക് കൊടുക്കാം? ഇത് 85 രൂപയ്ക്ക് കൊടുക്കാം. 85,000 രൂപ. 85,000 പ്രൈസ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, സ്പെഷ്യലാണ്. കാരണം വളരെ വില കുറഞ്ഞിട്ട് ഓട്ടോമാറ്റിക് എടുക്കാം. അത് ലോ കിലോമീറ്റർ ഉണ്ട്. അത് പക്ക വണ്ടി, കണ്ടീഷൻ വണ്ടി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2005 സാൻഡ്രോ ഓട്ടോമാറ്റിക്. 60,000 കിലോമീറ്റർ ആട്ടോ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. ടയർ 4 പുത്തൻ ടയർ. ഓക്കെ, ബോഡി ക്വാളിറ്റിയും ഒരു മൈനൂർ സ്ക്രാച്ചസ് ഒക്കെ ഉള്ള അവിടെ? ബോഡിയിലുള്ള ലൈനപ്പ് സ്ക്രാച്ചസ് മാത്രമേ ഡെൻ്റെ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. 60,000 കിലോമീറ്റർ. അടുത്ത വർഷം വരെ റിന്യൂവൽ ഉണ്ട്. അടുത്ത വർഷം റീടെസ്റ്റ് വരുന്നുള്ളൂ. ഓട്ടോമാറ്റിക് ആണ്. സാൻഡ്രോ സിംഗ് പക്ക ഓട്ടോമാറ്റിക്. നമ്മുടെ i10 വരുന്ന അതേ സിസ്റ്റം അത് തന്നെയാണ് വരുന്നത് അല്ലേ? ബോഡി ഈ സൈഡിൽ ചെറിയ സ്ക്രാച്ചസ് ഉണ്ടെന്ന് ടച്ചപ്പ് ചെയ്യേണ്ടി വരും. പക്ഷേ വണ്ടി നീറ്റാണ്. ഇൻറ്റീരിയറൊക്കെ നല്ല ക്ലീൻ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയല്ല, അപ്പം സിംഗിൾ ഓണർ. ഇതാ ഓട്ടോമാറ്റിക്. ഇത് നമുക്ക് കാണും 60,000 കിലോമീറ്റർ അത്രേ ഓടിയിട്ടുള്ളൂ. 2 ഡോർ പവർ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്. സെൻട്രൽ ലോക്ക്. പക്ഷേ നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ.
ഇന്റീരിയറൊക്കെ നല്ല വൃത്തിയുണ്ട്. പുറത്ത് പുറകിലൊന്ന് ടച്ചപ്പ് ചെയ്താൽ മാത്രം മതി. അത്രേ ഉള്ളൂ. കാരണം ബ്ലാക്ക് ആയതുകൊണ്ട് ചെറിയ സ്ക്രാച്ചസും പെട്ടെന്ന് കാണാൻ പറ്റും. അതാണ് എൻ്റെ ഒരു ഇഷ്യൂ. എന്നാലും ബോഡി നല്ല ബോഡി ഷേപ്പിൽ നിൽക്കും. ഡെൻ്റ് ഒന്നുമില്ല, ചെറിയ സ്ക്രാച്ചസ് മാത്രമേ ഉള്ളൂ. അതും കണ്ടീഷൻ വണ്ടി 60,000 കിലോമീറ്റർ, 70 കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർഷിപ്പാണ്, ഓട്ടോമാറ്റിക്. എത്രയ്ക്ക് കൊടുക്കാം? 1,19,000 രൂപ. 1.19. അതൊരു ബഡ്ജറ്റ്. ഈ ഒരു ഓട്ടോമാറ്റിക് ആണ്, പക്ക ഓട്ടോമാറ്റിക് ആണ്. ടയർ 4 പുതിയതാണ്. അടുത്ത വർഷം റിന്യൂവൽ വരുന്നുള്ളൂ. കണ്ടീഷൻ വണ്ടിയാണ്. കണ്ടീഷൻ വണ്ടിയാണ്. ഓക്കെ, ഒന്നും നോക്കാനില്ല. കണ്ണടച്ച് മേടിക്കാം. എവിടെ നിന്നൊന്നും എടുക്കാം, ആർക്ക് വേണമെങ്കിലും കൊണ്ടുവന്ന് കാണിച്ചിട്ട് എടുത്തു. ഓക്കെ. അടുത്ത ഓൾട്ടോ കേട്ടൺ LXi മോഡല്. സിംഗിൾ ഓണർ, 2013 ഡിസംബർ. സിംഗിൾ ഓണർഷിപ്പ് 2013 ഡിസംബർ. അപ്പോൾ 14 രജിസ്ട്രേഷൻ ആണോ? 14 രജിസ്ട്രേഷൻ. RC ഇഷ്യൂഡ് 14. ഓക്കെ. ടയർ കണ്ടീഷൻ എബോവ് 60% ഉണ്ട്. ബോഡിയൊക്കെ നീറ്റാണ് കേട്ടോ, സ്ക്രാച്ചസ് ഇല്ല, ഡെൻറ്റില്ല. LXi വേരിയൻറ്റ്. ഓക്കെ, ക്ലീൻ ആയിരിക്കും. ബോഡി ക്ലീൻ ആണല്ലോ കേട്ടോ. ബോഡി ഒന്നും വേറെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും എല്ലാം ടച്ച് ചെയ്ത് നീറ്റായി ഇരിപ്പുണ്ട്. ടയർ കണ്ടീഷൻ 4 ഒരു 60% ടയറുണ്ട്. ഇൻറ്റീരിയർ സീറ്റ് കവർ ഉണ്ട്, അത് വെൽ മെയിൻറ്റൈൻഡ് ആണ്. AC വരുന്നുണ്ട്. 2 ഡോർ പവർ ഉണ്ട്. പവർ സ്റ്റിയറിംഗ് അല്ലേ? VXi വരുള്ളൂ. AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. കേട്ടണ് മൈലേജ് എന്തായാലും ഒരു 18 ആ റേഞ്ച് വരില്ലേ? ഒരു 14-16 ആവറേജ് മൈലേജ് പ്രതീക്ഷയാണ്. ലോങ് ആകുമ്പോൾ 18 കിട്ടും അല്ലേ? 18 കിട്ടും. ഓക്കെ. അപ്പോൾ എങ്ങനെ പ്രൈസ്? ഇത് 1,80,000 രൂപ. 1.80. ഓക്കെ. ഫിനാൻസ് കയറും. ഫിനാൻസ് കയറും. എത്ര കയറും? ഏകദേശം 1.50 വരെ ഫിനാൻസ് കയറും. കണ്ടീഷൻ വണ്ടിയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ഒന്നും പ്രശ്നമൊന്നുമില്ല. നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം. ഓക്കെ. അടുത്ത വണ്ടി വാഗണാർ. ആ, 2013 മോഡൽ. 13 മോഡൽ വാഗണാർ VXi. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. ടയർ കണ്ടീഷൻ ആവറേജേ ഉള്ളൂ. ഒരു 40-45% ഉള്ളൂ. ഓക്കെ. ബോഡി ക്വാളിറ്റി ഒക്കെ നീറ്റാണ്, സ്ക്രാച്ചസ് ഇല്ല. റിവേഴ്സ് പാർക്കിംഗ് സെൻസറൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ നോക്കുമ്പോൾ സീറ്റ് കവർ ഉണ്ട്, പക്ഷേ അത് കുറച്ച് ഡാമേജ്ഡ് ആണ്. സീറ്റ് കവർ റീപ്ലേസ് ചെയ്യേണ്ടി വരും. അകത്ത് ഫാബ്രിക് ഉണ്ടാവുമല്ലോ, സീറ്റ് ഫാബ്രിക് ആയിരിക്കും, അതൊന്നും കുഴപ്പമില്ല. VXi ആകുമ്പോൾ 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, ഇൻബിൽറ്റ് സ്റ്റീരിയോ, ഇലക്ട്രിക്കൽ മിറർ, സെൻട്രൽ ലോക്ക് എല്ലാം വരുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ കിലോമീറ്റർ എത്രയായി വണ്ടിയുടെ? എക്സാക്ട് 2 lakh കിലോമീറ്റർ. 2 ലക്ഷം കിലോമീറ്റർ ആയി. ഫുൾ കമ്പനി സർവീസിലേക്ക്. ഫുൾ കമ്പനി സർവീസ്. പക്ക വണ്ടി, പക്ക മെയിൻറ്റെയിൻ. അപ്പോൾ നമുക്ക് ആ എഞ്ചിൻ കണ്ടീഷൻ നോക്കാമോ? എങ്ങനെ? തീർച്ചയായിട്ടും ഓടിച്ച് കാണിക്കണമല്ലോ. ഒന്നുമില്ല. എല്ലാം പെർഫെക്റ്റ്. ഇതിപ്പോൾ സർവീസ് ചെയ്ത് കിടക്കുന്നു. ഇല്ല, അതേ പറഞ്ഞു, എല്ലാ സർവീസും കമ്പനി പക്ക ഇതിൽ കിടക്കുന്നു. വേറെ പ്രശ്നമൊന്നുമില്ലല്ലേ? ഒരു പ്രശ്നമില്ല, ഒന്നുമില്ല. ധൈര്യമായിട്ട് കൊണ്ടുപോകുന്നേ. കണ്ടീഷൻ വേണ്ടി. പക്ഷേ എഞ്ചിൻ നോയ്സ് ഒന്നും ഇല്ല, നീറ്റാണ്. ഈ ഷോറൂം സർവീസിൻ്റെ അഡ്വാൻറ്റേജ് അത് തന്നെയാണല്ലേ? വണ്ടികളുടെ നമുക്ക് കമ്പനി സർവീസ് തന്നെയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. എത്ര കിലോമീറ്റർ ഓടിയാലും പെർഫെക്റ്റ് ആയിരിക്കും. അത് കറക്റ്റ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലേ? 2 ലക്ഷം കിലോമീറ്റർ ഉണ്ട്, പക്ഷേ ഒരു നോയ്സ് ഒന്നും കാണുന്നില്ല. നിങ്ങൾക്ക് നോക്കിയെടുക്കാം. ഓപ്പൺ മോഡലാണ്. VXi 2 ലക്ഷം കിലോമീറ്റർ ആയി. പാർക്ക് വേണം, എവിടെ ഒന്ന് നോക്കി ചെക്ക് ചെയ്തെടുക്കാം. എത്രയ്ക്ക് കൊടുക്കാം? 1,85,000 രൂപ. 1.85. 2013 വാഗണാർ 1.85. പക്ഷേ കിലോമീറ്റർ എത്ര ആയെന്നുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ജെന്യൂൻ ആയിട്ടല്ലേ പറയുന്നത്. നമ്മൾ നോക്കിയെടുക്കും, കാരണം കമ്പനി സർവീസാണ്. നമ്പർ കാണിക്കുന്നുണ്ട്, ചെക്ക് ചെയ്തുകൊണ്ട് ഹിസ്റ്ററി ആർക്കും കിട്ടും. നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ ജെന്യൂൻ ആയിട്ടുള്ളവർക്ക് വേണ്ടി ഹിസ്റ്ററി അയച്ചെന്നൊക്കെ. ശരി. ഫിനാൻസ് 2013 കയറുമല്ലോ? എത്ര വരെ കയറും? 100% കയറും. 100% കിട്ടും, കാരണം ആ വിലയ്ക്ക് കൊടുക്കുന്നതുകൊണ്ട് കിട്ടുമല്ലേ? അടുത്ത റേറ്റ്സ് എങ്ങനെയാണ്? ഡീറ്റെയിൽസ് വരുന്നത്? 2014 രജിസ്ട്രേഷൻ. 14 രജിസ്ട്രേഷൻ. സിംഗിൾ ഓണർ. പെട്രോൾ വണ്ടിയല്ലേ? പെട്രോൾ വണ്ടി, VXi വേരിയൻറ്റ്. ഓക്കെ, പെട്രോളാണ്. ടയറൊക്കെ എബോവ് 70% ഉണ്ട്. ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? അതിനകത്ത് റീപ്ലേസ്മെൻ്റ് ആയിട്ടൊന്നുമില്ല. കമ്പനി സർവീസ് തന്നെയാണോ? കമ്പനി സർവീസ്. ഓണർഷിപ്പ് കിലോമീറ്റർ പറഞ്ഞായിരുന്നു? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ വന്നിട്ട് 52,000. 50 വരെ സർവീസ് ചെയ്ത് കിടക്കുന്നു. ഒരു സ്ക്രാച്ചസ് ഒന്നുമില്ല. ചെറിയ ബമ്പർ, ചെറിയ സ്ക്രാച്ചസ്. മൈനൂട്ട് 2 സ്ക്രാച്ചസ് മാത്രമേ ഉള്ളൂ. ബോഡിയൊക്കെ നീറ്റാണ്, ഡെൻ്റില്ല, നീറ്റ് കണ്ടീഷൻ അല്ലേ? ക്ലീൻ കണ്ടീഷൻ. ഇൻറ്റീരിയർ നല്ല ക്വാളിറ്റി ആയിട്ടിരിക്കുന്നു. വേരിയൻറ്റ് VXi കേട്ടോ. VXi അല്ലേ വേരിയൻറ്റ്? VXi വേരിയൻറ്റ്. ഇന്റീരിയർ സീറ്റ് കവറൊക്കെ ഉണ്ട്, പക്ഷേ വെൽ മെയിൻറ്റൈൻഡ് ആണ് കേട്ടോ. ഇത് 10 ഫീറ്റിൻ്റെ സ്റ്റീരിയോ ഇരിപ്പുണ്ട്. ടാക്കോ വരുന്നുണ്ട്. 4 ഡോർ പവർ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക്. ഫോൾഡബിൾ ഇല്ല, മിറർ ഫോൾഡബിൾ വരുന്നില്ല. മിറർ ഫോൾഡബിൾ ഇല്ല, മിറർ ഫോൾഡബിൾ വരുന്നില്ല. ഓക്കെ. VT എഞ്ചിനാണ് വരുന്നത്. സെയിം, പക്ഷേ റിഡ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സ്വിഫ്റ്റിനേക്കാളും ഓടിക്കാൻ സുഖമാണ് റിഡ്സ് ഓടിക്കാൻ കുറച്ച് രസമാണ് ഓടിക്കാനായിട്ട്. വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും. കമ്പനി സർവീസ് ആണ്. ഫുൾ കമ്പനി സർവീസ്. അപ്പം എത്രയ്ക്ക് കൊടുക്കാം? ഇത് 2,99,000 രൂപ. 299. ഓക്കെ. ഫിനാൻസ് അങ്ങനെ കയറും? ഓൾമോസ്റ്റ് 270 വരെ എടുക്കാൻ പറ്റും. 270 വരെ കിട്ടും. 270 വരെ കിട്ടും. ശരി, അടുത്ത വണ്ടി നോക്കാം. അപ്പം അടുത്ത ഡസ്റ്റർ ആഷയുടെ എങ്ങനെയാണ് ഡീറ്റെയിൽസ്?
ഇത് 2013 മോഡൽ. 13. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ? സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്നു. ആ. കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 98,000 കിലോമീറ്ററാണ്. 98,000 കിലോമീറ്റർ. അതെ. അപ്പോൾ ഇതിൻ്റെ മേജർ സർവീസ് കഴിഞ്ഞോ? മേജർ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. വേറെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല? റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസിനാണല്ലോ? കേട്ടില്ല. കമ്പനി സർവീസിനാണല്ലോ? കമ്പനി ലാസ്റ്റ് ചെയ്തിരിക്കുന്നത് 98 കമ്പനി സർവീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇത് 110 ആണോ 85 ബേസ് ആണോ കേട്ടോ? ഇത് 110 ആണ്. 110 RXZ ഏറ്റവും ടോപ്പ് ആൻഡ് മോഡൽ. ടോപ്പിന് വേണ്ടി. ഡ്യൂൽ എയർ ബാഗ്, ABS, അലോയ്സ് എല്ലാം വരുന്ന മോഡൽ. ഓക്കെ. 110 ആകുമ്പോൾ എങ്ങനെയാണ് മൈലേജ് വരുന്നത്? ഇതൊരു 14 പ്രതീക്ഷ. അത്യാവശ്യം മൈലേജ് ഉണ്ട്. പെർഫോമൻസ് ഉണ്ടല്ലോ. ചെറിയ മൈനോട്ട് 2 സ്ക്രാച്ചസ് ഉള്ളൂ. മേജറായിട്ടൊന്നും കാണാൻ ഡെൻ്റൊന്നുമില്ല. ഇന്ത്യയിൽ നല്ല പെർസെൻ്റ് ആണ് കേട്ടോ. നീറ്റ് അടുപ്പുണ്ട്, സീറ്റ് കവർ വൃത്തിയുണ്ട്. ഇതിനകത്ത് 4 പോറുണ്ട്, AC പവർ സ്റ്റിയറിംഗ്, AC മാനുവലല്ലേ വരുന്നത്? AC മാനുവലാണ് വരുന്നത്. ഓക്കെ. ഡ്യുവൽ എയർ ബാഗ്, ABS, സ്റ്റീരിയോ മാറ്റി വെച്ചിട്ടുണ്ട്. അതെ, സ്റ്റീരിയോ ഇൻബിൽറ്റ് സ്റ്റീരിയോ അല്ല. പക്ഷേ അങ്ങനെ ഫ്യൂച്ചർ റിച്ച് അല്ല, എന്നാലും ഡസ്റ്റർ അറിയാമല്ലോ. ആ മോഡലിന് അത്ര ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ആവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ബേസിക് ആയിട്ട് അത്യാവശ്യം വരുന്നുണ്ട്. അങ്ങനെ റിച്ച് എന്ന് പറയാനില്ല, എന്നാലും എല്ലാം ഉണ്ട്. പക്ഷേ അലോയ്സ് വരുന്നുണ്ട്. അലോയ്സ് ഉണ്ടല്ലോ. RXZ അലോയ്സ് വരും. ഓക്കെ. അപ്പോൾ എങ്ങനെ? ഇത് അന്നത്തെ ടോപ്പ് ആൻഡ് വണ്ടിയല്ലേ? അന്നത്തെ ഏറ്റവും ടോപ്പ് ആൻഡ് വണ്ടി. ആ. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? ഇത് 3,25,000 രൂപ കൊടുക്കും. 3,25. ഫിനാൻസ് എത്ര കയറും? ഓൾമോസ്റ്റ് നമുക്ക് ഫിനാൻസ് എടുക്കുകയാണെങ്കിൽ 2,75 വരെ ഫിനാൻസ് എടുക്കാൻ പറ്റും. ഇങ്ങനെ. അപ്പോൾ അടുത്തത് എക്സെൻറ്റ്. എങ്ങനെ? എക്സെൻറ്റ് ഉണ്ട്. എക്സെൻറ്റ് 2018 ന്യൂ ഷേപ്പ്. 18 ന്യൂ ഷേപ്പ് ആണ്. ഓക്കെ. ഫേസ് ലിഫ്റ്റിംഗ് വന്ന മോഡലാണ്. ഓണർഷിപ്പ് കിലോമീറ്റർ? സിംഗിൾ ഓണർ, 72,000 കിലോമീറ്റർ, 72,000 കിലോമീറ്റർ. ഫുൾ കമ്പനി ഹിസ്റ്ററി. SX ഓപ്ഷൻ. SX ആണ് ഓപ്ഷൻ. ടോപ്പ് ആൻഡ് മോഡൽ കേട്ടോ. ഓക്കെ. എക്സെൻറ്റ് SX ഓപ്ഷനോടും കൂടി വരുന്നതാണ്. സിംഗിൾ ഓണർഷിപ്പ്, ഫുൾ കമ്പനി സർവീസ് ആണ്. ഫുൾ കമ്പനി സർവീസ്. റീപ്ലേസ്മെൻ്റ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെൻറ്റ് നല്ല 4 പുതിയ ടയർ. അലോയ്സ് വരുന്നുണ്ട്. റീപ്ലേസ്മെൻറ്റ് ഒരു ഡോർ റീപ്ലേസ് ഉണ്ട് അതിനകത്ത്. അത് മാത്രമേ ഉള്ളൂ. മേജർ ഒന്നുമില്ല. ഔട്ടർ സ്കിൻ മാത്രമേ ഉള്ളൂ. ഹിസ്റ്ററിക്കകത്തുണ്ട്. ഇൻറ്റീരിയർ ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് AC, സ്റ്റിയറിംഗ് കൊണ്ട് കൺട്രോൾസ്, 4 പവറുണ്ട്, പവർ സ്റ്റിയറിംഗ്, പുഷ് സ്റ്റാർട്ട്, ഡ്യുവൽ എയർ ബാഗ്, ABS, ഇലക്ട്രിക്കൽ മിറർ ഫോൾഡിംഗ് എല്ലാം വരും. ഏറ്റവും ടോപ്പിൻ്റെ വണ്ടി. ഫ്യൂച്ചർ റിച്ച് ആണ്. ഹ്യുണ്ടായി. എക്സൈൻ്റെ മൈലേജ് എങ്ങനെ വരുന്നത് പെട്രോൾ? ഇത് മറ്റേ 1.2 നമ്മുടെ ഗ്രാൻഡ് ആയിട്ടുണ്ട്. മൈലേജ് 13-14 ആ റേഞ്ച്. അത്യാവശ്യം മൈലേജ് ഉണ്ട്. 14-15 മൈലേജ് കിട്ടുന്നുണ്ട്. എങ്ങനെ പ്രൈസ്? 4 ലക്ഷം രൂപ കൊടുക്കും. 4 ലക്ഷം രൂപ. 2018 ന്യൂ ഷേപ്പ് ആണ്. 18 മോഡൽ ന്യൂ ഷേപ്പ്. ഇതിൻ്റെ സെയിം പ്രൈസിങ് തന്നെയാണ് നമ്മൾ ഡിസൈർ വെക്കുന്നത്. ഡിസൈറിൻ്റെ പ്രൈസിങ് ഇതിൻ്റെ പ്രൈസിങ് നോക്ക്. അതെ അതെ. ഫീച്ചേഴ്സ് നോക്ക്. അതെ അതെ. അലോയ്സ് വരെ ഡയമണ്ട് അലോയ്സ് വരെ വരുന്ന ടൈപ്പ് എല്ലാം വരുന്നുണ്ട്. ഫിനാൻസ് എങ്ങനെ വരും അപ്പോൾ? ഏകദേശം ഒരു 3,25 മുതൽ 3,50 വരെ ഫിനാൻസ് എടുക്കാൻ പറ്റും. ഇതിന് വാറണ്ടി എത്രയാണ്? 18 വാറണ്ടി കൊടുക്കാൻ പറ്റുമല്ലോ. നമുക്ക് ഫുൾ വാറണ്ടി കൊടുക്കാം. വാറണ്ടി കൊടുക്കാം. 1 ഇയർ വാറണ്ടി. 1 ഇയർ വാറണ്ടി കൊടുക്കാൻ പറ്റും. ഓക്കെ. രാഷ്ട്രീയ അടുത്തായിട്ട് ബലനോ സീറ്റ 2021 മോഡൽ, കിലോമീറ്റർ 47,000 കിലോമീറ്റർ, ഓട്ടോമാറ്റിക്, പെട്രോൾ, സിംഗിൾ ഓണർഷിപ്പ്. AMT അല്ല, പക്ക ഓട്ടോമാറ്റിക് ആണ്. AMT അല്ല, ഓട്ടോമാറ്റിക് ആണ്. അതെ, പക്ക ഓട്ടോമാറ്റിക്. ഇത് കഴിഞ്ഞ AMT ആണ് പിന്നെ വരുന്നില്ല. ഓക്കെ. പ്രൊജക്ട് എട്ടാൻ വരുന്നുണ്ട്. ഓക്കെ. അലോയ്സ് വരുന്നുണ്ട്. ടയർ കണ്ടീഷൻ ഒരു 65% ടയർ കണ്ടീഷൻ കൂട്ടാം. വണ്ടി നീറ്റാണ്. സ്ക്രാച്ചസ് ഇല്ല, ഡെൻറ്റസ് ഇല്ല. റിവേഴ്സ് ക്യാമറ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ അഡീഷണൽ. അല്ല, സീറ്റിൽ അതെല്ലാം ഇൻബിൽറ്റ് ആയിട്ട് വരുന്നതാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരെ അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ. ഇനി അതിന്റെ മുകളിൽ ഒരു ആൽഫ എന്ന് പറഞ്ഞ വേരിയന്റ് മാത്രമേ ഉള്ളൂ. അത് വരുമ്പോഴത്തേക്ക് 6 എയർ ബാഗ് കാര്യങ്ങൾ വരുന്നത്. കീല സെൻറ്ററിൽ വരുന്നുണ്ട്. അതെ. ഓക്കെ. കീല സെൻറ്ററി, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, എയർ ബാഗ് ഡ്യുവൽ അല്ല കേട്ടോ. ഇതിനകത്ത് ഡ്യുവൽ എയർ ബാഗ്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, ഇൻബിൽറ്റ് ടച്ച് സ്ക്രീന്, ഓട്ടോമാറ്റിക് AC, ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഓക്കെ. എല്ലാം അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. അലോയ്സ് ഉണ്ട്. വേറെ സ്ക്രാച്ച് ഡെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ബലന മൈലേജ് എങ്ങനെയായാലും എത്ര കിട്ടും? ഒരു 15-14 കിട്ടുന്നില്ലേ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? റീപ്ലേസ്മെന്റ് ഫുള്ളി കമ്പനി സർവീസ് ആണ്. കമ്പനി സർവീസ്. ഓക്കെ. നമുക്ക് എത്ര കൊടുക്കാം പ്രൈസ്? ഇത് 7,25,000 രൂപ. 7,25. അതെ. ഓക്കെ. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്. ഫിനാൻസോ? ഫിനാൻസ് ഏകദേശം 6,50,000 ഫിനാൻസ് എടുക്കാൻ പറ്റും. 6,50. ഓക്കെ. അപ്പം നമ്മുടെ ഇത് അങ്ങനെ അണ്ടർ വാറണ്ടി ആണോ, വാറണ്ടി അഡീഷണൽ ആണോ? ഇത് വാറണ്ടി എടുത്ത് കൊടുക്കാം. കമ്പനി വാറണ്ടി തീർന്നു. 1 ഇയർ വാറണ്ടി എടുത്തു. 1 ഇയർ വാറണ്ടി കൊടുക്കാൻ പറ്റും. ശരി. അടുത്തതായിട്ട് ഫുൾ ഓപ്ഷൻ ബ്രസ് IZXi പ്ലസ് ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2024 ഏപ്രിൽ. 1 വർഷവും 2 മാസം ആയിട്ടുള്ളൂ. 8,500 കിലോമീറ്റർ. 8,500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, LED ഹെഡ് ലാമ്പ് പ്രൊജക്ടർ വരുന്നുണ്ട്. അലോയ്സ് നീറ്റ് ആണ്. സ്ക്രാച്ചസ് ഇല്ല, ഡെന്റ് ഇല്ല. ഇത് ഫ്യൂച്ചർ റിച്ച് അല്ലേ? നമ്മുടെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. കീല സെൻറ്റർ വരുന്നുണ്ട്. അതേപോലെ സൺറൂഫ് വരുന്നുണ്ട്. ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്. എന്താ പറയുക, 6 എയർ ബാഗ് വരുന്നുണ്ട്. IZXi പ്ലസ് ആണ് കേട്ടോ. ടോപ്പ് എൻഡ്. അത് ഹൈബ്രിഡ് ആണ് കേട്ടോ. ഓട്ടോമാറ്റിക് ഹൈബ്രിഡ് ആണ്. അപ്പോൾ മൈലേജ് ഒരു 15 മൈലേജ് മൈലേജ് വരുന്നില്ലേ?
ഒന്നും പറയാനില്ല, സ്ക്രാച്ചസ് ഇല്ല, ഡെൻറ്റസ് ഇല്ല, ഒന്നുമില്ല. ടയർ കണ്ടീഷൻ എല്ലാം പുതിയ കണ്ടീഷൻ ഇരിപ്പുണ്ട്. അതിനൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. പിന്നെ വേറെ പ്രത്യേകത ഉണ്ട്, 360 ക്യാമറ വരുന്നില്ലേ? 360 ക്യാമറ വരുന്നുണ്ട്. ഓക്കെ, അത് ഇൻബിൽറ്റ് 360 ക്യാമറ അല്ലേ? 7 ഇഞ്ച് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. ഇന്റീരിയറൊക്കെ നോക്കിയാൽ നീറ്റ് ആണോ, നീറ്റ് കണ്ടീഷൻ ഇരിപ്പുണ്ട്. സീറ്റ് കവർ ഉണ്ട്, സൺറൂഫ് ഉണ്ട്, ടച്ച് സ്ക്രീൻ ഇൻബിൽറ്റ് വരുന്നുണ്ട്, 360 ക്യാമറ, കീലെസ് എൻട്രി, പുഷ് സ്റ്റാർട്ട്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, ഓട്ടോമാറ്റിക് AC, 6 എയർ ബാഗ്, ഹെഡ് അപ്പ് ഡിസ്പ്ലേ. ഇനി ഒന്നും പറയാനില്ല, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. എന്തെങ്കിലും വിട്ടുപോകണമെങ്കിൽ ക്ഷമിക്കുക, എല്ലാ ഫീച്ചേഴ്സും അത് ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞില്ലേ. ഫ്യൂച്ചർ റിച്ച് ആണ്. ടോപ്പ് എൻഡ് ബ്രസ എത്രയ്ക്ക് കൊടുക്കാം നമുക്ക്? 12 ലക്ഷം രൂപ കൊടുക്കാം. 12 ലക്ഷം. പുതിയ വണ്ടിക്ക് 16 മേളിൽ വില വരുന്നത്, 16 മേളിൽ ഓട്ടോമാറ്റിക്കിന്. അപ്പോൾ നമുക്ക് ഒരു 4 ലക്ഷം നമ്മൾ ലാഭം വരും. വെറും 8000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എക്സ്ട്രാ ആക്സറീസ് എല്ലാം കൂടി കസ്റ്റമർക്ക് ഏകദേശം 5 ലക്ഷം രൂപ ലാഭം കിട്ടും. 15 ലക്ഷം രൂപ ഓൺ റോഡ് വരുന്നുണ്ട്. കാരണം ഇത് 1670 പ്ലസ് ആക്സറീസും കൂടി വരുമ്പോൾ 15 ലക്ഷം രൂപ വരും. ഒരു പുതിയ വണ്ടി തന്നെ എടുക്കാം, വേറെ ഇഷ്യൂ ഒന്നുമില്ല. അപ്പോൾ ഫിനാൻസ് എങ്ങനെ വരും ചേട്ടാ? ഇത് ഏകദേശം നമുക്കൊരു 12 ലക്ഷം രൂപ എടുക്കുക തന്നെ ഫിനാൻസ് എടുക്കാൻ പറ്റും, നല്ല പ്രൊഫൈൽ ആണെങ്കിൽ. 11 മുതൽ 12 കിട്ടും. പിന്നെ നമ്മുടെ മാരുതി തന്നെ വാറണ്ടി നിലയിൽ കിടക്കുന്നുണ്ടായിരിക്കുമല്ലോ? വാറണ്ടി ഉണ്ട്. പുതിയ ഇൻഷുറൻസ് ഇപ്പോൾ റിന്യൂ ചെയ്തിട്ടുണ്ട്. അടുത്ത വർഷം വരെയുള്ള ഇൻഷുറൻസ് റിന്യൂ ചെയ്യുന്നുണ്ട്. 3 വർഷത്തേക്ക് വാറണ്ടി എടുക്കുന്നത്, ബാറ്ററി വാറണ്ടി എല്ലാം കിടക്കുന്നല്ലേ. അപ്പോൾ ഇൻഷുറൻസ് ഫുൾ കവർ ഇൻഷുറൻസ്? ഫുൾ കവർ ഇൻഷുറൻസ്. ഓക്കെ, അപ്പോൾ ശരി, അടുത്തോണ്ട് നോക്കാം. അപ്പോൾ അടുത്തത് നമ്മുടെ കിയ സോണറ്റ്. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? HTX 2021 രജിസ്ട്രേഷൻ, സെക്കൻഡ് ഓണർ, 74,000 കിലോമീറ്റർ, ഡീസൽ 20 കിലോമീറ്റർ ആവറേജ് മൈലേജ്. മാനുവൽ അല്ലേ? മാനുവൽ. ഓക്കെ, സോണറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ നിർമ്മിച്ച് വിദേശങ്ങളിൽ കയറ്റി വയ്ക്കുന്ന ഒരു മോഡലാണ് സോണറ്റ്. അതിനകത്ത് ബിൽഡ് ക്വാളിറ്റി അനുസരിച്ചുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഓക്കെ, ഓടിക്കാനൊക്കെ നല്ല സുഖമാണ്. ഇത് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, ഡീസലാണ്. ഡീസൽ മൈലേജ് 20 കിലോമീറ്റർ എന്തായാലും കിട്ടത്തില്ല. പിന്നെ മൈലേജ് പക്ക മൈലേജ്. ഇത് അലോയ്സ് ആണോ? അലോയ്സ് അല്ല. നമുക്ക് കാണുമ്പോൾ അലോയ്സ് ആയിട്ട് ഫീൽ ചെയ്യും, പക്ഷേ അലോയ്സ് അല്ല. ഫുൾ ഹിസ്റ്ററി ഉള്ളതാണ്, കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഓക്കെ, വേറെ സ്ക്രാച്ചസ് ഒന്നുമില്ല. ബമ്പർ മൈനോട്ട് 2 സ്ക്രാച്ചസ് ബമ്പറിലേ ഉള്ളൂ. ടയർ കണ്ടീഷൻ ഒരു എബോവ് 70% വരുമല്ലേ? പിന്നെ 4 ടയറും ഓൾമോസ്റ്റ് പുതിയെന്ന് വേണമെങ്കിൽ പറയാലോ. അതെ. ഓക്കെ, ഇന്റീരിയർ നീറ്റാണോ? സീറ്ററൊക്കെ ഉണ്ട്, അത് വെൽ മെയിൻറ്റൈൻഡ് ആണ്. അതിനകത്ത് 4 ഉണ്ട്, AC പവർ സ്റ്റിയറിംഗ്, സ്റ്റിയറിംഗ് മോഡ്, ഇൻബിൽറ്റ് സ്റ്റീരിയോ, സെയിം മോഡ് കൺട്രോൾസ്, ഓട്ടോമാറ്റിക് AC, ഡ്യുവൽ എയർ ബാഗ്, പുഷ് ബട്ടൺ വരും, സൺറൂഫും വരും. കീലെസ് എൻട്രി ഇല്ലേ? സൺറൂഫ് ഉണ്ട്. സൺറൂഫ് വരുന്നുണ്ട്. ഫീച്ചർ റിച്ച് ആണ് അത്യാവശ്യം. ഉള്ളൂ, പക്ഷേ അതിൽ കാണുമ്പോൾ അലോയ്സായിട്ട് ഫീൽ ചെയ്യും. അത് GTX-ലൊക്കെ GTX-ൽ അലോയ്സ് വരുള്ളൂ. സോണറ്റ് ഡീസൽ വണ്ടി, ഓട്ടോമാറ്റിക് അല്ല മാനുവലാണ്. മൈലേജ് 20 നമ്മൾ പറഞ്ഞായിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. എത്ര ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. 8,75,000 രൂപ. 8,75,000. ഇതിൻ്റെ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? പുതിയ വരുമ്പോഴത്തേക്ക് 16 വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിനാൻസ് എങ്ങനെ വരും? ഏകദേശം നമുക്കൊരു 8 lakhs അടുക്ക വരെ ഫിനാൻസ് എടുക്കാൻ പറ്റും. 8 ലക്ഷം. ഇതിന് വാറണ്ടി അണ്ടർ വാറണ്ടി ആണോ? ഇതിന് വാറണ്ടി എടുക്കണം നമ്മൾ. കമ്പനി വാറണ്ടി തീരും. അഡീഷണൽ വാറണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം വീഡിയോ അതിൻ്റെ ഇപ്പം ദയచేടാ. അപ്പം 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം നമുക്ക് സെക്കൻഡ് ചോയ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുള്ള സ്ഥാപനമാണ്. ഇതുവരെ ഒരു പരാതി കേൾക്കാത്തൊരു ഷോറൂമുള്ളത്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ ആദ്യമേ കയറി ആരും വില കൂടുതലെന്ന് പറഞ്ഞിട്ട് പോരുത്. നല്ല വണ്ടികളാണ് ഒന്ന് നോക്കി നിങ്ങൾ എടുക്കുക. ഉള്ള കാര്യങ്ങൾ പുള്ളി അതേപോലെ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പം നമ്മുടെ ഈ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ദയచేടാ, അപ്പോൾ വീഡിയോ അതിൻ്റെ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ.